ഒരാൾ ഇവിടെ ഭയങ്കര ഓട്ടക്കളിയാട്ടോ. ഞാനൊന്ന് ഫ്രണ്ടിൽ നിന്നേച്ചാൽ ഇത്ര നേരം, ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേ ഭയങ്കര ശബ്ദം. ആ ആ ആ ആ എന്താ ഇത് ആരോട് വെച്ചിട്ട് ഈ പരക്കാത്തൊക്കെ കയറി കളിക്കണേ? പുറത്തേക്കൂടി ഭയങ്കര ടപ്പേ കുതിര പോലെ ഓടണുണ്ടായിരുന്നു കേട്ടോ. ആരുമില്ല ഇപ്പോൾ ഇവിടെ. അച്ഛനും മക്കളൊക്കെ കൂടി ഒന്ന് പാൽ കൊടുക്കാൻ പോയേക്കണത്. എല്ലാവരും കൂടി പാൽ കൊടുത്തേക്കാൻ പോയേക്കാം. അപ്പോൾ അവന് ഇപ്പോട്ട് ഭയങ്കര കളിയാണ്. അവൻ്റെ അമ്മമാരെല്ലാവരും ഫാമിൽ തന്നെ ഉണ്ട്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ അകത്താരാന്ന് വിചാരിച്ചു അനക്കമൊക്കെ കേട്ടപ്പോൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ കളിയാണ്. അവൻ ഭഗവാന്റെ അടുത്ത് പൂജാമുറിയുടെ അവിടെ നിന്ന് എന്തോ പ്രാർത്ഥിക്കുകയായിരുന്നു തോന്നുന്നു. കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ അവിടെ നിൽക്കണേ. ഞാൻ മൊബൈൽ എടുത്ത് വന്നപ്പോഴേക്കും അവിടെ നിന്ന് പോയതാണ് ആശാൻ. ഇതാ കുഞ്ഞൂട്ടാ, നിൻ്റെ ചേച്ചി പെണ്ണൊക്കെ എന്തിയേ? നിൻ്റെ ചേച്ചി പെണ്ണ് എങ്ങടെ പോയേ? ചേച്ചി പെണ്ണിനെ കാണാനില്ലല്ലോ. എന്താടാ? എന്താ കുഞ്ഞിരാമ? ഇത് വീരപ്പ, ഇത് വീരപ്പ, ഇത് വീരപ്പ, വാടാ ഇവിടെ. എൻ്റെ അമ്മമാരൊക്കെ എന്തിയേ? ഇത് പോണ മട്ടില്ല കേട്ടോ. ഇനി പെരക്കാത്തുനിന്ന് പുറത്താക്കി വാതിലടക്കട്ടെ കേട്ടാ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടേ അവനിങ്ങനെ നടക്കുകയാണ്. ആരെയും കാണാനില്ലല്ലോ. ഇങ്ങോട്ട് വന്നേ. അവിടെ ആരും ഇല്ല. ഇങ്ങോട്ട് പുറത്തോട്ട് പോ. നീ ഇവിടെ മൂത്രവും ചാണകമൊക്കെ ഇട്ട് വെച്ചാൽ എനിക്ക് പണിയാവും. എനിക്ക് 100 പണിയുള്ളതാ. പോ. ഇങ്ങോട്ട് പുറത്തോട്ട് പോ. വീര പുറത്തോട്ട് പോയി. പോ. പുറത്തോട്ടു. ഞാൻ അകത്തോട്ട് വരണ്ട കേട്ടോ. പൊയ്ക്കോ. മൂത്രം വെച്ചിട്ടുണ്ടാ നീ? പോടാ. എടാ രാമ പോടാ. ആ ബുക്കൊക്കെ കടിച്ച് ഇപ്പം നീക്കുമ്പൊക്കെ പാടായി മറിഞ്ഞിട്ട് വീണ്. തെന്നൂടാ ചെറുക്കാ. പോടാ, പുറത്തോട്ട് പോടാ. പോയിക്കോ പുറത്ത്. അവിടെ അടച്ചിട്ടേക്കാ നീ. ഞാൻ തുറന്നു തരാം. ചെറുക്കനെ കൊണ്ട് പാടായി. എടാ ഇവിടെ വരാൻ. ഞാൻ എല്ലാ ബെഡ്റൂമിലും കയറി ഇറങ്ങി നടക്കുക. നീ പുറത്തോട്ട് പോവാൻ. പോ. ഇവിടെ ആരും ഇല്ല. നിന്റെ ആളുകളൊന്നും ഇല്ല ഇവിടെ. അയ്യോ എന്നെ പുറത്താക്കട്ടെ ഏട്ടാ. ഒന്നുമില്ല അതിനകത്ത്. അവിടെ വെച്ചിട്ട് പോടാ രാമ. നീ എവിടെ പോവാ കവറും കൊണ്ട്? പ്ലാസ്റ്റിക് ഇരിക്കാൻ പോയിക്കോ. അതുകൊണ്ട് പോയിക്കോ. ഇറങ്ങി പോയിക്കോ. ഞാൻ ഡോറടയ്ക്കുക. അത് വേണ്ട, അത് കഴിക്കണ്ട കേട്ടോ. അത്ര കടിച്ചെടുത്താ നീ? എടുത്താണേ. നീ ആ പ്ലാസ്റ്റിക് കഴിക്കാൻ പോകും. ഇവിടെ നിൽക്കുകയാണ്. അച്ഛനും മക്കളും കൂടി പാല് കൊടുക്കാൻ പോയതുകൊണ്ട് ഒക്കെ ഇവിടെ ഇങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ അവസാനം എല്ലാവരും കിടന്നു. ഇപ്പോൾ അച്ചായി വന്നപ്പോൾ എല്ലാവരും എഴുന്നേൽക്കണാണ്. പോവാനായിട്ട് റെഡി ആയിക്കാണ്. എന്താ ഇവിടെ നിൽക്കണേ? വേഗം പോടി. ഇതെന്താണത്? കാപ്പിപ്പൊടിയുടെ മണമനുണ്ടല്ലോ. പാലാണത്? കോൾഡ് കോഫി. പക്ഷെ എൻ്റെ അമ്മേ കുറുകുറുന്നായാ കൊള്ളാല. ഇതെന്ത് ചെയ്തതാ? കുലുക്കണം. 2 കാപ്പിപ്പൊടി ഇട്ടിനെ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട്. അപ്പൊ ഇത്ര കൊഴുകൊഴുന്നാവോ? പാലുണ്ട് അതിനകത്ത്? അത് കൊള്ളാലോ. സൂപ്പറാണല്ലോ. അപ്പൊ കഴിക്കില്ലേടി കാപ്പിപ്പൊടി ഇടുമ്പോ? ഇങ്ങനെ കയ്പ് മാറുമോ? കയ്പാ? എങ്ങോട്ട് പോകും കുളിക്ക് കഴിയുമ്പോ? എന്നിട്ട് പാല് ഒഴിക്കും. കാപ്പിച്ചിനോ? ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോവാട്ടോ. ഞാൻ ഇതുപോലെ സാമ്പാർ പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യണേ. അപ്പം അതിനെടുത്തേക്കുന്ന ഐറ്റംസ് പരിപ്പുണ്ട്, നമ്മുടെ മല്ലി ഉണ്ട്, മുഴുവൻ മല്ലി, പിന്നെ കുറച്ച് പച്ചരി, നല്ല അരി ഉണ്ട് കേട്ടോ അതിനകത്ത് ഇത്തിരി, പിന്നെ നമ്മുടെ കായം, കുറച്ച് ജീരകം, പിന്നെ നമ്മുടെ വറ്റൽമുളക്, കുറച്ചും കൂടി വേപ്പിലിടണം കേട്ടോ. നമ്മൾ വേപ്പില ഇവിടെ ഉണ്ട്, എടുക്കണം. പിന്നെ കുറച്ച് കടലപ്പരിപ്പാണ് ഇടേണ്ടത്. അപ്പം ഞാൻ കടലപ്പരിപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് കടല എടുത്തിട്ടു. പിന്നെ നമ്മുടെ ഉലുവ, പിന്നെ ഉഴുന്ന്, ഇത്ര ഐറ്റംസ് ഒക്കെ കൂടിയാണ് കേട്ടോ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോണത്. ഇത് വറുത്തെടുക്കണം. വറുത്ത് പൊടിച്ച് എടുത്ത് വെക്കും.
അപ്പോൾ നമുക്ക് ഇനി പിന്നെ 2 ആഴ്ചത്തേക്ക് ഈ പൊടി ഉണ്ടാവും. നമുക്ക് കൂടുതൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മണം സ്മെല്ല് പോകും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കി വെക്കണേ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടാട്ടോ ഇപ്പോൾ 2 ദിവസമായിട്ട് കുളിക്കണേ. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദേരിക്ക് ചേട്ടൻ പാല് കൊടുക്കാൻ പോയപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. നമ്മുടെ പൊയ്യ മാർക്കറ്റിൽ, നല്ല പൊയ്യ മാർക്കറ്റിൽ നിന്നല്ല, പൊയ്യ അവിടെ ഒരു പൊയ്യനല്ലേ, കൃഷ്ണൻകോട്ടെ തിരുത്തിപ്പുറം. പൊയ്യ മാർക്കറ്റൊന്നും ഇല്ല. പൊയ്യയിൽ കുറച്ച് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ മീൻ, നല്ല പുഴ മീനൊക്കെ കിട്ടും. ഇത് നമ്മുടെ തുരുത്തിപ്പുറം മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. മാർക്കറ്റല്ലേ, കോട്ടപ്പുറം മാർക്കറ്റ്. കോട്ടപ്പുറം കഴിഞ്ഞിട്ടല്ലേ തുരുത്തിപ്പുറം. അപ്പോൾ നല്ല ചാളയുണ്ട്. നല്ല ചാളയ്ക്ക് ഇപ്പം നല്ല മുട്ടയൊക്കെ ഉണ്ട്. പിന്നെ എന്ത് മീനാന്ന് നോക്കട്ടെ കേട്ടോ. ഈ ചട്ടിയിലോട്ട് എടുത്തിടാം. അപ്പോൾ എന്തായാലും ഇനി കുളിക്കണതിന് മുന്നേ ഈ ചാള അങ്ങ് നന്നാക്കി വെച്ചിട്ട് കുളിക്കാം. പിന്നെ ഒന്ന് അമ്പലത്തിൽ പോകണം, ഞായറാഴ്ചയാണ്. ഇപ്പം ഒന്ന് അമ്പലത്തിൽ പോകണം. പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടി ഉണ്ട് കേട്ടോ. മീൻ എന്താന്ന് നോക്കട്ടെ. ഇന്നിപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഐറ്റംസ് ചെയ്യുക, ഫുഡ് ഐറ്റംസ് ചെയ്യാമെന്നുള്ളത് വേറൊരു മീനും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ചാള ഒന്ന് നന്നാക്കി വെക്കാം കേട്ടോ. ചാളയൊക്കെ നന്നാക്കാനിരിക്കണം. പുറത്തൊക്കെ ആയിരുന്നു, പിന്നെ ഈ വാഷ് ബേസിനിൽ ഇരുന്ന് നന്നാക്കാറുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇപ്പം എനിക്കിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് നന്നാക്കുമ്പോൾ നമ്മുടെ ഈ ബാക്ക് സൈഡ് ഷോൾഡറൊക്കെ വേദന വന്ന് കട്ടെഴുപ്പ് എടുക്കണം കേട്ടോ. പിന്നെ എന്ന് പറയണത്, പിന്നെ ഈ വാഷ് ബേസിനിൽ നിന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലും വേദന എടുക്കും, ഈ പറഞ്ഞ പുറവും നടുവൊക്കെ വേദന എടുക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും അത് തനിക്ക് നല്ല കുറേ നേരം ഇരുന്ന് എന്ത് പറഞ്ഞു, ഇയാൾക്ക് ശരിക്കും നന്നാക്കാൻ അറിയില്ല. കാര്യം ശരിയാണ്. ഒന്ന് അമ്പലത്തിൽ പോലെ എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പം ഒന്ന് റെഡി ആവാൻ നോക്കും. ബാക്കിയുള്ള മുറ്റടിക്കും, ഫ്രണ്ട് മുറ്റടിച്ചിട്ടില്ല. ചില അതൊക്കെ ചെയ്ത് ഞാൻ വേഗം നന്നാക്കി എടുത്തോളാം. മാറി എന്താ ഇങ്ങനെ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാച്ചിനില്ലേ, കാച്ചാതെയൊക്കെ കേട്ടോ ഷെയ്ക്ക് അടിക്കണത്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് അകിടൊക്കെ ക്ലീൻ ചെയ്ത് കറക്കണോണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല, എടുത്തോളാൻ പറയും. എനിക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്, ഡയറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഡയറിയിൽ നിന്നൊന്നും വാങ്ങിച്ച കാലം നമ്മൾ മറന്നുവിടും. അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായിരുന്ന പോലെ ഇവർക്ക് നമ്മുടെ വീട്ടിൽ പശുക്കളുടെ പാല് ആണ് കൊടുത്തിരിക്കണത്. പിന്നെ പുറത്തുനിന്ന് ഇവർ പാല് കുടിക്കുകയില്ല. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാലെല്ലാം പുറത്ത് കൊടുക്കണോണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വിഷുവിന് ഇതുപോലെ ഡയറിയിൽ നിന്ന് പാല് വാങ്ങിച്ചു. പായസം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു. അല്ലാതെ നമ്മൾ പാലങ്ങനെ വാങ്ങിക്കലില്ല. പാല് നമുക്ക് വേണ്ടി മാറ്റി വെക്കാനും പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമറും ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും, പാല് ഞങ്ങൾക്ക് മുടങ്ങല്ലേ, അത്യാവശ്യമാണ്, മരുന്ന് കഴിക്കണതാണ്, കുട്ടികളുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കും. പിന്നെ ചിലവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പാല് വാങ്ങിച്ചിട്ട് അവർക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറയണേ. പാല് ചൊവ പിടിക്കണില്ല. അപ്പം എന്ത് ചെയ്യും? ഇപ്പം ഞങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഇവർ ആകെ കഷ്ടമാവും. അവർ ദൂരെ നിന്നുള്ളവർ വരും, പറയണം ഇവിടെ വന്ന് വാങ്ങിച്ചോളാം എന്നൊക്കെ പറയും, ചോദിക്കണുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മാത്രമായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ പുറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പശുക്കളെ വീണ്ടും ഇറക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പം പിന്നീട് നമുക്ക് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് നമുക്ക് ഫാമൊക്കെ ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെയെങ്കിലും. കാപ്പിയുടെ എന്തോ ഐറ്റംസൊക്കെ ഇട്ട് എന്തോ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. പച്ചപ്പാലാട്ടോ കുടിക്കണത്. നമുക്കൊന്നും മനസ്സിൽ പിടിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ കുടിക്കാനായിട്ട്. ഇയാൾക്ക് ഈ പാലും ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഈ ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് കറുത്തു പോകും. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് അങ്ങോട്ട് പരിപ്പിട്ടും ഒക്കെ ഇട്ട് കറി വെക്കാമല്ലോ. കപ്പയിട്ടും പരിപ്പൊക്കെ ഇട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമാകും. അതുകൊണ്ട് വേഗം കട്ട് ചെയ്ത് എല്ലാം കൂടി വെച്ചു. ഭദ്രമ്മ ഭയങ്കര അഭ്യാസമായിട്ട് മൂക്കേര് ടൈറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. ഇവളുടെ മൂക്കേര് ലൂസാക്കിയിട്ടിരുന്നതാണ്. ഇപ്പം അവൾ ഇന്ന് എല്ലാവരും ഇന്നലെ കണ്ണമോൻ അഴിച്ചുകൊണ്ട് വന്നിട്ട് കണ്ണമോനെയും ഓടിച്ച് ഇന്നിപ്പോൾ രജീഷേട്ടനെയും ഓടിച്ചിട്ട് വിഷമിപ്പിച്ചു. ഇവളുടെ സ്വഭാവം പല സമയത്തും ഒരു സ്വഭാവം മോശമാണ്, ചില സമയത്ത് നല്ലതാണ്. അപ്പോൾ ഇവള് ഞങ്ങളുടെ പുന്നാരായിട്ട് നിന്നേച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ശരിയാവില്ല അല്ലേടി. നോക്കണ്ട, നീ വിഷമിച്ചിട്ടും കാര്യമില്ല, കയ്യിലിരിപ്പിൻ്റെയാണ്. അപ്പം മൂക്കേര് ഇപ്പോൾ ടൈറ്റ് ചെയ്യാൻ പോവാട്ടോ.
ഒരു മര്യാദ ഇല്ലാതെ കാണിക്കണം. സാരവേഷം കണ്ടല്ലേ, ഓടിച്ചിട്ട് കുട്ടികളെ ഇട്ട് കറക്കും. അഴിക്കുമ്പോ എന്താ കാട്ടിക്കൂടണേ? രേശേട്ടൻ ഓടി രേശേട്ടൻ്റെ മേത്തൊക്കെ ചെളി തെറിച്ച് അവളും മൊത്തം ചെളിയിലാണ്. അതെ അതെ, ഇനി അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അതൊന്ന് ലൂസാക്കി സമാധാനമായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കുമ്പോഴേ മൂക്കേറ് ഇതാണ് മൂക്കേറിടുന്നത്, വേഷം കെട്ടെടുക്കുന്നതാണ്. കയറ് മാറ്റണം കേട്ടോ കാണുന്നത്. അവളുടെ പഴയ മൂക്കയറായിട്ട് സെലോ ടേപ്പ് വെച്ച് കണക്ട് ചെയ്യുക. പക്ഷെ വലിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വലിക്കണം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടി കണക്ട് ചെയ്യാൻ പാടാകും. ചേർത്ത് വെക്കി, ഉരുക്കിയാലോ? അതല്ലേ നല്ലത്. രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ചുറ്റി എടുക്കണം. ഇവിടെ മൂക്കേൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ടാ. അവളെന്താ അഭ്യാസം കാണിച്ചാ? എന്താ ചെയ്തവള്? നീ ചെയ്തായിരുന്നാ? വലിച്ചതാണല്ലേ? വേദന എടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ശാന്തമായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഭദ്രേ. മൂക്കേറേ ഇടേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓടി ഒലച്ച് കെട്ടെന്ന് വിഷമിപ്പിക്കല്ലേ അല്ലേ? നിന്റെ മൂക്കേര് നിന്നെ ലൂസാക്കി വിട്ടതല്ലായിരുന്നാ? വേഷം കെട്ടെടുത്തിട്ടല്ലേ? അതൊക്കെ ഇതാക്കണ കണ്ടില്ല കെട്ടണത്. ഇങ്ങനെ കെട്ടി രേച്ചേട്ടൻ പഠിച്ചേ? യൂട്യൂബിലൊക്കെ പഠിച്ചല്ലേ രേച്ചേട്ടൻ? നമ്മുടെ മൂക്കേറ് അഴിച്ച് നോക്കിയിട്ട് പഠിച്ചല്ലേ? മറ്റേ പുള്ളിയെ പഠിപ്പിക്കുന്നത് ആരാ? മറ്റേ ചേട്ടൻ ഉക്ക. ഇവിടെ ഒരു കസ്റ്റമർ നമ്മളോട് ഒരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ. ഇത് ഒരറ്റം ഒരു കടുകെട്ട് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരായിരുന്നില്ലേ? ഒരു കസ്റ്റമർ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു എങ്ങനെ മൂക്കേറ് എത്ര കാണില്ല ഒന്ന് എടുക്കുമെന്നാ. ചെയ്യലില്ലല്ലോ ഇപ്പൊ കുറേ, ഒരു വർഷത്തിന് മേലെ അല്ലേ? നല്ല ഭംഗിയായിട്ട് മൂക്കേറ് കിട്ടിട്ടോ. നല്ല ലൂസിൽ കിടന്നേച്ച മൂക്കേറാണ് ഇവിടെ. വേഷം കെട്ട് കാണിച്ച് മനുഷ്യരെ പോലെ തന്നെയാണ്. ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് ശാന്തമായിട്ട് നമുക്ക് പോവാം അല്ലേ? അതിന് വെറുതെ വേദന തിന്നാൻ വേണ്ടിയിട്ട് കയ്യിലിരിപ്പ് കൊള്ളില്ലാതെ ഇരുന്നിട്ട് ഇങ്ങനത്തെയൊക്കെ മൂക്കേറൊക്കെ വലിച്ച് കെട്ടേണ്ട വന്നു. ഇപ്പം ഇങ്ങനെ വേദന എടുത്ത് കുറച്ച് ദിവസം നടക്കേണ്ടി വരും. രണ്ടാമത് മൂക്കേറൊക്കെ വലിച്ച് കയറ്റി പിടിക്കായിട്ട് പോണേ കണ്ടോ. നല്ല ഭംഗിയുള്ള മൂക്കേറൊക്കെ കെട്ടിയല്ലേ ഭദ്രേ? ഇനിയിപ്പോൾ ഇങ്ങനെ നടക്കണ്ടേ കുനിഞ്ഞ് വഴക്കിച്ച് പോണാണോ? ഇപ്പൊ വന്നണ്ട. നേരത്തെ ഓടി ചാടി എന്തൊക്കെ വേഷം കേട്ടാ കാട്ടിക്കൂട്ടിയെ. ഇപ്പൊ ദേ മിടുക്കിയായിട്ട് പോണു. കുഴപ്പമില്ല, നന്നായിട്ട് നടക്കണ്ട്. പോട്ടെ. എന്ത് നല്ല കാഴ്ച. നമ്മുടെ മോൻ കാറ് കഴുകാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാറ് കഴുകണ. വീട്ടിൽ കാറ് കഴുകുന്ന ആളാണ് ഇത്. മറ്റേ കുഞ്ചപ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര മടിയാണ് കാറ് കഴുകാൻ. ഈ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറ് കഴുകാൻ അല്ലേ? അപ്പോൾ ആള് കാറ് കഴുകുന്നു. വേറൊരാൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഉണ്ടോ ഒരാളുടെ പണി നോക്കിക്കണ്ടേ? ഇവിടെ ഒരാൾ ഫുഡ് അടിയാണ്. അവിടെ ചേട്ടായി ആണെങ്കിൽ കാറ് കഴുകി ക്ലീൻ ചെയ്യണു. ചേച്ചിയാണെങ്കിൽ അച്ഛൻ്റെ കാലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണു. ഇതേ ഇതിലൊന്നും ബാധകമില്ലാത്ത ഒരാൾ ഇവിടെ ഇരുന്ന് കഴിക്കണുണ്ട്. കുഞ്ഞ ഹായ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ശരി എന്നാ ഓക്കെ. കുഞ്ഞുമാക്രി ഇവിടെ എന്തെടുക്കണേന്ന് നോക്കട്ടെ കേട്ടോ. അച്ഛൻ്റെ കൂടെ കറക്കമൊക്കെ കഴിഞ്ഞു വന്ന് ഇവിടെ എന്താ ഇതെന്താ പായൊക്കെ ഇവിടെ വിരിച്ചിട്ടാണേ? മെഡിറ്റേഷനോ? എനിക്ക് വയ്യ. എന്നിട്ട് എന്തായി, കഴിഞ്ഞോ മെഡിറ്റേഷൻ? ഇനി ഡാൻസ് കളിക്കാൻ പോകണോ? അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്തെ അമ്മയോട് പറയുന്നില്ലേ? അമ്മ ഒന്ന് വീഡിയോ എടുത്തേനായിരുന്നല്ലോ. ഇവർ അവരുടെ ഹെൽത്തും വെൽത്തൊക്കെ നോക്കിയിട്ടുള്ള പരിപാടി കേട്ടോ. അനിയനും അനിയത്തിയൊക്കെ. ചേച്ചിമാരും അവിടെ ഭയങ്കര പണി. ചേച്ചിയും ചേട്ടനും ഭയങ്കര പണിയിലാണ്. എൻ്റെ പണി
ഇവിടെ ദോശ ചുടലാണ്. ദോശ ചുട്ട് കഴിഞ്ഞ് ദോശ കഴിച്ചിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് താമ്പുമേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഇനി അമ്മയുടെ അടുത്ത് പോകണം. അപ്പം നമുക്ക് ദോശ ചുട്ട് വെച്ചിട്ട് മീൻ നന്നാക്കി വെക്കാറുണ്ട്. അതൊക്കെ നന്നാക്കി വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. പിന്നെ അച്ഛനും അമ്മയും വന്നെന്ന് പറഞ്ഞു. അപ്പം അച്ഛന് വേണ്ടിയിട്ട് സാമ്പാറും മറ്റേ നമ്മുടെ എന്തുവാണ് കൊടപ്പനല്ലല്ലോ വയലുണ്ടാവണ കൊടപ്പനും പിന്നെ പിണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അപ്പോൾ പണികളൊക്കെ എല്ലാം എളുപ്പമാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ വേഗം പണി തീർക്കാമല്ലോ. ഈ ഹോസ്പിറ്റലൊക്കെ പോയി വരുമ്പോൾ ലേറ്റ് ആവും. അപ്പം നമുക്ക് ക്ഷീണമാണെങ്കിലും നമുക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ഒതുക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. ചാള നന്നാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പുറത്ത് പോയിരുന്നു, വാഷ് ബേസിൻ്റെ അവിടെ നിന്നൊന്നും നന്നാക്കുന്നില്ല. എനിക്ക് കാല് വേദന എടുക്കും, പുറം വേദന എടുക്കും. അപ്പം നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ചെയ്താൽ മതിയല്ലോ. കുറച്ച് സ്മെല്ല് ഇവിടെ ഉണ്ടാവും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അത് നമുക്ക് ഇനോയിലൊക്കെ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ചാൽ മതിയല്ലോ. ഞാനിത് ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നത് നന്നാക്കാം. അതുപോലെ നമുക്ക് ശരീരത്തിന് വേദനകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ദേഷ്യവും പണിയുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ സൗകര്യത്തിന് നമ്മൾ പണിയെടുക്കും. ചാള നന്നാക്കി കഴിഞ്ഞു. അപ്പൊ നല്ല മുട്ടച്ചാള കേട്ടോ. അതെ, ഇഷ്ടംപോലെ മുട്ടയുണ്ട്. ഇതൊക്കെ മാറ്റി വെക്കാം. പച്ചച്ചാള അല്ല, മുട്ടച്ചാള. അപ്പൊ നമുക്ക് ഈ മുട്ടച്ചാള നമുക്ക് ഇങ്ങനെ വാഴയിലയിൽ ചുട്ടെടുത്താലോ? എങ്ങനെയുണ്ടാവും? വേണ്ടേ? വേണ്ട അല്ലേ? ഭയങ്കര വിലയാണ് ഇപ്പൊ ചാളക്ക്. 250 രൂപ കേട്ടോ ചാളക്ക്. നല്ല രസവുമാണ് കറി വെച്ച് കഴിഞ്ഞപ്പം. നമ്മൾ കുറച്ചെടുത്ത് തേങ്ങ അരച്ച് കറി വെക്കും. രജിഷേന് എല്ലാവർക്കും വേണം. തനിക്ക് മാത്രമുള്ളതാണ് എങ്ങനെയാ? ഇത് കാണിക്കുവോ? താൻ തോന്നുന്ന സ്ഥലത്ത് നോക്കിയിരുന്നു. എന്താന്ന് വേണ്ടെന്നാ ചോള ഉണ്ടാവാറുണ്ടോ? ഇത് കറി വെക്കാൻ വേണ്ടിയാണ് നല്ല മൂപ്പായിട്ടുണ്ടാവും. മേക്കാട് വന്നേക്കാട്ടോ. മേക്കാടിന് പാൽപ്പായസം കുടിക്കുകയാണ്. മിനിയമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. 1 മാസമായിട്ടാണ് വന്നിട്ട്. അമ്മ ഹോസ്പിറ്റലായതിനു ശേഷം ഞങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ പാൽപ്പായസമാണ് കാണിച്ചു തരാം കേട്ടോ. നിറച്ച് പായസം കിട്ടും കേട്ടോ നമ്മുടെ മേക്കാട് വരുമ്പോൾ. നമ്മുടെ മിനിയമ്മ കുടിക്കുന്നുണ്ട് പാൽപ്പായസം. ഹലോ, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കുക കേട്ടോ. കഴിച്ചിട്ട് ഇനി അമ്മയുടെ അടുത്ത് പോകാൻ പോണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. നല്ല മീൻകറി തേങ്ങയിട്ട് കറി വെച്ചതാണ്. പിന്നെ നമ്മുടെ ചാള വറുത്തതുണ്ട്. ജസ്റ്റ് മിനിയമ്മനെ ഡിസ്റ്റർബ് ചെയ്തൊന്ന് കാണിക്കാം കേട്ടോ. മിനിയമ്മ ചാളയുടെ ആളാണ് കേട്ടോ. ഇവിടെ എൻ്റെ അച്ഛനെല്ലാം പച്ചക്കറിയാണ് കഴിക്കുള്ളൂ കേട്ടോ. അച്ഛന് കൊടപ്പനും കൊടപ്പനല്ലല്ല അച്ഛൻ പിണ്ടിയും കപ്പയും കൂടി നമ്മൾ ഒരു തോരൻ പോലെ തേങ്ങയൊക്കെ ഇട്ട് വെച്ചേക്കണതാണ്. പിന്നെ നമ്മുടെ സാമ്പാർ, പിന്നെ അച്ഛൻ ഇഞ്ചിക്കറി ഉണ്ട്, പപ്പടം ഉണ്ട്, മുളക് വറുത്തതുണ്ട്. അച്ഛാ എങ്ങനെയുണ്ട് ചാപ്പാട്? അപ്പം സൂപ്പർ മീൻകറിയും അച്ഛന് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തോ അച്ഛനല്ല, അച്ഛൻ പച്ചക്കറി, ഉള്ളി പച്ചക്കറി. ഞാൻ പറയുമ്പോൾ കുറേ തെറ്റുകൾ വരുന്നുണ്ട്. എനിക്ക് ശ്രദ്ധിക്കാറുണ്ട് അമ്മ വീഡിയോ. കുറേ പൊട്ടത്തരം അബദ്ധങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ക്യാമറ വരുമ്പോൾ എനിക്ക് അബദ്ധങ്ങൾ പറ്റണത് ഞാൻ പറയാറുണ്ട്. ഞാൻ പൊട്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോയെന്നറിയില്ല. ഈ ക്യാമറയും എൻ്റെ ഒരു സംസാരവും കൂടെയൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കണതല്ല ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ കഴിക്കാൻ പോവാം. മക്കളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ ഇറങ്ങണം. കണ്ണാരെടുക്കണു. അയ്യോ കുഞ്ഞപ്പാ, നല്ല മീൻകറി ഉണ്ടല്ലോ കുഞ്ഞപ്പാ. വാടാ, ഒരു പിടുത്തം പിടിക്കാണ്ടേ വരൂ. മുഖം ഇരിക്കും, മീശ വന്നോളൂ കേട്ടോ. കുഞ്ഞിന്റെ മുഖമാണ് തുടക്കത്തിലായിട്ടാ. കണ്ണപ്പാ മീൻകറി റെഡി, മീൻ വറുത്ത് റെഡി. ബാ, കുഴിമന്തി ഇപ്പൊ എല്ലാരും കൊണ്ടുപോയി തീർക്കൂട്ടോ. ഇന്നലത്തെ കുഴിമന്തി
ഒരു കുഴിമന്തിക്ക് വേണ്ടി സഹകരിച്ച് കഴിക്കുന്ന രണ്ട് ചേച്ചി അനിയത്തി അനിയനും. ഇന്നും അമ്മയുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ കേട്ടോ. സമയം 6:30 ആയിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പശുവിനെ കറക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ മക്കളിവിടെ വിളക്ക് കൊളുത്തിയൊക്കെ നാമം ചെല്ലുന്നുണ്ട്. നമ്മൾ ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഒരുവിധം പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ മക്കൾ നാമം ചെല്ലുന്നത് കാണിച്ചു തരാം കേട്ടോ. രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഒരു പണിയിലാണ്. വാവ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വാവേനെ പിരുത്തണം. കണ്ണമ്മോൻ പശുവിന് തീറ്റ ഇടാണ്. അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാട്ടോ. നമ്മുടെ വൈകുന്നേരത്തെ വീഡിയോ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഡ്രസ്സൊന്നും മാറില്ല കേട്ടോ. സമയം ലേറ്റ് ആയതുകൊണ്ട് പശുവിനെ കറക്കാൻ പോവാണ്. ഇന്ന് ഒരു പശുവിനെ കറക്കണുള്ളൂ കേട്ടോ. ഇന്നലെ 2 പശുവിനെ കറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ തികയാത്തവർക്ക് വൈകുന്നേരം കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് രാവിലെ എല്ലാവർക്കും തികഞ്ഞു. സാറ്റർഡേ സൺഡേയും നമ്മൾക്ക് ആലുവയ്ക്ക് പോകാനില്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പം സുഖമായിട്ട് തീറ്റ നമുക്ക് പാല് രാവിലെ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇന്നിപ്പം വൈകുന്നേരം കുറച്ച് ഓർഡറുള്ളൂ ഇവിടെ അടുത്ത്. ഓരോ 1/2 ലിറ്റർ വീതം 2-3 പേർക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ കറക്കാൻ പോവാണ്. നമ്മുടെ അച്ചാച്ചൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ ഓരോ പണികളാട്ടോ. മാറാമനൊക്കെ തുടക്കിയാണ് അച്ചാച്ചൻ. കാണിച്ചു കൊടുക്കട്ടെ. അച്ഛാ അവിടെയൊക്കെ പാമ്പ് ഇപ്പൊ ഞാൻ ആ ചാക്കൊക്കെ മാറ്റിയിട്ടില്ല. പറയാൻ പറ്റില്ല. അല്ല ആ ചാക്കിന്റെ ഇല്ല, ആ സൈഡില് അപ്പുറത്ത്. നമ്മുടെ കറവ കഴിഞ്ഞു. ഞാനിപ്പോൾ സമയം 6:30 ആയിട്ട് വന്നാലും ഈ സമയമാണെങ്കിലും നമ്മൾ പാല് കൊണ്ട് കൊടുക്കും കേട്ടോ. അത്യാവശ്യക്കാരായതുകൊണ്ട് നമുക്കും ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായി അമ്മേനെ കാണാൻ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ പോയിട്ട് പെട്ടെന്ന് വരാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ സമയം ലേറ്റായി. പിന്നെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച ആവും. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പണി ഉണ്ടായിരുന്നു. പശുക്കളെ എല്ലാവരും കറക്കാനില്ല, ഒരാളെ കറക്കാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇവിടെ ആ പണി കഴിഞ്ഞു. പിന്നെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആക്കിയേക്കുന്ന അമ്മയുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവജീവൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലാണ് തൃശ്ശൂർ. സാധാരണ തന്നെ പാല് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. പാല് കുറവാണ്. പുല്ലൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് പോന്നേക്കണേ. പക്ഷേ ഇവർ ഭയങ്കര പരിപാടിയാണ്. മക്കൾക്ക് മോന് കൊടുക്കാൻ വേണ്ടി അവളിങ്ങനെ എത്ര ചുരുത്തിയാലും അവളിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 2 പ്രാവശ്യം ചുരുത്തി നമ്മൾ കറന്നു. പക്ഷേ പാല് ഭയങ്കര തീരെ കുറവാണ് അവർക്ക് വിട്ടേക്കണത്, നമുക്ക് തന്നേക്കണത്. അപ്പോൾ ഇനി ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാലയച്ചിട്ടില്ല കേട്ടോ. 1.5 ലിറ്ററിൻ്റെ കുറവുണ്ട്. സാധാരണ 2.5 ലിറ്റർ പാൽ അവൾ വൈകുന്നേരം തന്നതാണ് നമുക്ക്. പാലയച്ചേക്കാം. അവൾ പാല് ചുരുത്തണില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അവിടെ നിന്ന് വേറെ മക്കൾ വിളിച്ചപ്പോൾ ആ ഒരു ഇതിലോട്ട് പോയി. അപ്പോൾ അമ്മ തൃശ്ശൂർ ഹോസ്പിറ്റലാണ്, നവജീവൻ പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ. അവിടെ മിക്കവാറും അമ്മമാരെല്ലാവരും ഇതുപോലെ സ്ട്രോക്ക് വന്ന് കിടക്കണവരാണ്. പിന്നെ കാലൊക്കെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കണ ട്യൂബൊക്കെ ഇട്ടിട്ടുള്ളവർ ഒരുപാട് പ്രായമായിട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇതാണ് ഫിസിയോതെറാപ്പിയാണ് ഇവിടെ മെയിനായിട്ട്. നമുക്ക് ഫിസിയോതെറാപ്പി കിട്ടിയാലാണ് അമ്മ ഓക്കെ ആയിട്ട് വരുള്ളൂ. പക്ഷെ ഇവിടെ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റണില്ല. കൈയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുള്ള, ഭക്ഷണം തനിയെ കഴിക്കാൻ പറ്റുള്ള ട്യൂബ് വേണം. യൂറിൻ ട്യൂബ് ഇട്ടേക്കാണ്. മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്ത് 90 ദിവസം കൊണ്ട് റെഡിയായി പതുക്കെ വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അങ്ങനെയാണ് ഡോക്ടർമാർ പറയണത്. അപ്പോൾ
നല്ല നീറ്റായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അവിടെ എല്ലാം ഒത്തിരി പേര് കിടക്കുന്നുണ്ട്. ഒത്തിരി പേര് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ബൈസ്റ്റാൻഡർ നമുക്ക് ഉള്ളവർക്ക് അവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് അവർ തന്നെ നോക്കിക്കോളും അമ്മേനെ. പിന്നെ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാനായിട്ട് കുറച്ചൊരു പിന്നെ നമ്മളെയൊക്കെ കാണാത്തതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്ക് ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ഒരു വിഷമമാണ് അമ്മയുടെ മുഖത്ത് ഉള്ളത്. പിന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ അവർ കറക്റ്റായിട്ട് എടുക്കും. നമുക്ക് വീട്ടിലാണെങ്കിൽ ഇത്തരം ഒരു ശ്രദ്ധ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കിടപ്പ് രോഗികളെ ഇത്ര നീറ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ബൈസ്റ്റാൻഡറിനെ നിർത്തിയാലും അവരുടെ ഒരു നേഴ്സിൻ്റെ ഒരു പരിചരണം അവർക്ക് കിട്ടില്ല അമ്മയ്ക്ക്. ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല, നേഴ്സുമാരുടെ ഒരു പരിചരണമുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞു പോയിട്ട് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരുന്നു. ഇപ്പോൾ അവർ സോഡിയം ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ഷീണമൊക്കെ വരുമ്പോൾ അവർ മറ്റേ എന്തോ ട്രിപ്പൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴും നല്ലൊരു കെയറിങ് കിട്ടുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ അത്ര ഒരു സംരക്ഷണമൊന്നും കിട്ടില്ല. എന്തായാലും ഓക്കെ ആവുമെന്ന് വരുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പം തൃശ്ശൂരാണ്, നവജീവൻ എന്നാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഒരു ശാന്തി ഭവൻ എന്നുണ്ട്, നവജീവൻ എന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പേരാണെങ്കിലും നമ്മളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് സന്തോഷം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ ഓരോരോ നാളെ ക്ലാസ്സിൽ പോകാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ അവരൊന്നും വിളിക്കണില്ല. അപ്പോൾ ഓക്കെ, ഞാൻ തന്നെ ബൈ ബൈ പറയുന്നു. അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ടാറ്റാ. അവിടെ എൻ്റെ മിനിയമ്മ ഒന്നും ഒളിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.